നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വെള്ളിവിലയിൽ വൻ ചാഞ്ചാട്ടത്തിന് സാധ്യത. നിക്ഷേപകർ ജാഗ്രത പാലിക്കണമെന്ന് വിപണി വിദഗ്ധർ. സുരക്ഷിതം സ്വർണമെന്നും വിലയിരുത്തൽ. ബജറ്റിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് കേന്ദ്ര സർക്കാർ പുനരാരംഭിച്ചേക്കുമെന്ന് വിദഗ്ധർ. പ്രഖ്യാപനമുണ്ടായാൽ സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കുമെന്നും റിപ്പോർട്ട്. രൂപ റെക്കോർഡ് ഇടിവിൽ. $. രൂപയുടെ മൂല്യം 91.95 കുറഞ്ഞു. ട്രംപിന്റെ ഗാസ സമാധാന സമിതിയിൽ കാത്തിരുന്നു കാണുകയെന്ന തന്ത്രവുമായി ഇന്ത്യ. പിന്നിൽ ശക്തമായ കാരണങ്ങളെന്നും റിപ്പോർട്ട്. അദാനി ഗ്രൂപ്പിന് വീണ്ടും കുരുക്കുമുറുകുന്നു. കൈക്കൂലി കേസിൽ സമൻസ് അയക്കാൻ കോടതിയെ സമീപിച്ച് അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിച്ചു. സെൻസെക്സ് 769.67 പോയിന്റ് ഇടിഞ്ഞ് 81,537.7 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 241.25 പോയിന്റ് കുറഞ്ഞ് 25,048.65 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത്? ഇന്നിപ്പോൾ കനത്ത ഒരു ഇടിവിൽ തന്നെയാണ് വിപണി ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് എന്നൊരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു കനത്ത സെൽ ഓഫ് പ്രഷർ തന്നെയായിരുന്നു. അതായത് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഷോർട്ട് കവറിങ് മാത്രമാണ് എന്നത് തെളിയിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്നത്തെ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.95% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 25,048 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ വീക്കായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു നിഫ്റ്റി 50യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ഇടിവിനുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന FISന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സെല്ലിംഗ് തന്നെയായിരുന്നു. ഇത് ജാനുവരി മാസം മുഴുവൻ പരിശോധിക്കുകയാണെങ്കിലും ഒരു കനത്ത സെൽ ഓഫ് പ്രഷർ തന്നെ FISന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാകുന്നുണ്ട്. കൂടാതെ ഈ ഒരു മന്ത് എൻഡിലേക്ക് നിലവിൽ ഇപ്പോൾ ഒരു ജാനുവരി മാസം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള നിലവിലുണ്ടാകുന്ന ഡോളർ ഡിമാൻഡ് നിലവിലിപ്പോൾ വർദ്ധിച്ചു എന്നതും, അതായത് നിലവിലിപ്പോൾ പേയ്മെൻ്റ് ഒക്കെ നടത്തുകയാണെങ്കിലൊക്കെ തന്നെ ആ ഒരു രീതിയിലും ഇന്ത്യയിൽ നിന്ന് നിലവിലിപ്പോൾ ഒരു ഔട്ട്ഫ്ലോ, ഡോളറിൻ്റെ ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നു എന്നതും നിലവിലിപ്പോൾ ഒരു പ്രശ്നമായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് നിലവിൽ ഇന്നിപ്പോൾ രൂപ പരിശോധിക്കുകയാണെങ്കിലും ഒരു ഓൾ ടൈം ലോ നിലവിൽ ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെഷനിലും നിലവിലിപ്പോൾ ഡോളറിനെതിരെ രൂപ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 91.96 എന്ന് പറഞ്ഞ ഒരു നിരക്കിലേക്കുള്ള ഒരു കനത്ത ഇടിവിലേക്ക് നിലവിലിപ്പോൾ രൂപയും നീങ്ങിയിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് നിഖിലാണ്. വെള്ളിവിലയിൽ വൻ ചാഞ്ചാട്ടത്തിന് സാധ്യത. നിക്ഷേപകർ ജാഗ്രത പാലിക്കണമെന്ന് വിപണി വിദഗ്ധർ. സുരക്ഷിതം സ്വർണമെന്നും വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസത്തെ തകർച്ചയ്ക്ക് ശേഷം കിലോ വെള്ളിക്ക് 3,39,000 രൂപയും കടന്ന് റെക്കോർഡ് ഉയരത്തിലെത്തി. ഇപ്പോൾ നിക്ഷേപകർ ചോദിക്കുന്നത് ഈ കുതിപ്പിൽ ഇനിയും പണം ഇറക്കണോ അതോ ലാഭമെടുത്ത് മാറണോ എന്നാണ്. വിപണി വിദഗ്ധർ ഇതിന് നൽകുന്ന മറുപടി ജാഗ്രത പാലിക്കുക എന്നതാണ്. വലിയ തുകകൾ ഒന്നിച്ച് നിക്ഷേപിക്കുന്നത് അപകടകരമാണ്. എപ്പോൾ വേണമെങ്കിലും വലിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നേക്കും. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 200% ലാഭം നൽകി വെള്ളി കുതിച്ചപ്പോൾ ഇനി വരാനിരിക്കുന്നത് സ്വർണത്തിന്റെ കാലമാണെന്നും വിപണി വിദഗ്ധരും പറയുന്നു. ഇതിന് കാരണമായി മോത്തിലാൽ ഒസ്വാൾ ചൂണ്ടിക്കാണിക്കുന്നത് ഗോൾഡ് സിൽവർ റേഷ്യോ നൽകുന്ന അപായ സൂചനയാണ്. കോവിഡ് കാലത്ത് ഈ റേഷ്യോ 127 ആയിരുന്നു. എന്നാൽ 2026 തുടക്കത്തിൽ റേഷ്യോ 50ലേക്ക് ഇടിഞ്ഞു. ചരിത്രപരമായി റേഷ്യോ 70-നടുത്താണ് നിൽക്കാറുള്ളത്. റേഷ്യോ 50ലേക്ക് താഴ്ന്നാൽ അതിനർത്ഥം വെള്ളിയുടെ വില അതിന്റെ പരമാവധിയിൽ എത്തിയെന്നും ഇനി സ്വർണം മുന്നേറാൻ സാധ്യതയുണ്ടെന്നുമാണെന്ന് മോത്തിലാൽ ഒസ്വാളിലെ അനലിസ്റ്റ് നവനീത് ദമാനി വ്യക്തമാക്കി. അതിനാൽ വരും മാസങ്ങളിൽ സ്വർണമായിരിക്കും കൂടുതൽ സ്ഥിരതയുള്ള ലാഭം നൽകുക. പോർട്ട്ഫോളിയോയിലെ ലോഹ നിക്ഷേപങ്ങളിൽ 75% സ്വർണത്തിനും വെള്ളിക്ക് 25%വുമാണ് നീക്കിവെക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാരിക്കൂട്ടുന്നതും ഡോളറിന്റെ മൂല്യമിടിയുന്നതും സ്വർണത്തിന് ഗുണകരമാണ്. വെള്ളിയിലെ ലാഭമെടുത്ത് ഒരു ഭാഗം സ്വർണത്തിൽ മാറ്റുന്നത് ബുദ്ധിപരമായ നീക്കമായിരിക്കും. ദീർഘകാല നിക്ഷേപകർക്ക് വെള്ളി ഇനിയും നല്ലതാണെങ്കിലും ഹ്രസ്വകാലത്തേക്ക് സ്വർണത്തിനാണ് തിളക്കം കൂടുതലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ബജറ്റിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് കേന്ദ്ര സർക്കാർ പുനരാരംഭിച്ചേക്കുമെന്ന് വിദഗ്ധർ. പ്രഖ്യാപനമുണ്ടായാൽ സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കുമെന്നും റിപ്പോർട്ട്. കഴിഞ്ഞ ജൂലൈയിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 15% നിന്ന് 6% കേന്ദ്രം കുറച്ചിരുന്നു. അത് വീണ്ടും കുറയ്ക്കുമോ എന്നാണ് വിപണി ഉറ്റുനോക്കുന്നത്. എന്നാൽ വിദേശ നാണയ ശേഖരത്തെ ബാധിക്കുന്ന കറണ്ട് അക്കൗണ്ട് കമ്മി നിയന്ത്രണത്തിലാക്കേണ്ടതിനാൽ തീരുവയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ മുതിർന്നേക്കില്ലെന്നാണ് ICRAയിലെ കിഞ്ചാൽ ഷാ പറയുന്നത്. എങ്കിലും GST 3% നിന്ന് 1.25% കുറയ്ക്കുക എന്ന നിർദ്ദേശം ധനമന്ത്രി പരിഗണിച്ചാൽ അത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. കൂടാതെ സോവറിൻ ഗോൾഡ് ബോണ്ടുകളുടെ പുനരാരംഭവും ഈ ബഡ്ജറ്റിലെ പ്രധാന പ്രതീക്ഷയാണ്. സ്വർണത്തെ വെറുമൊരു ആഭരണമായിട്ടല്ല, ഒരു സുരക്ഷിത നിക്ഷേപമായിട്ടാണ് ഇന്ത്യക്കാർ കാണുന്നത്. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണ്ണ ഉപഭോഗ രാജ്യമായ ഇന്ത്യയിൽ കുടുംബങ്ങളുടെ കൈവശമുള്ളത് ഏകദേശം 34,600 ടൺ സ്വർണമാണ്. അതായത് അമേരിക്ക, ജർമ്മനി, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ എല്ലാം കൂടി സൂക്ഷിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ സ്വർണം ഇന്ത്യൻ വീടുകളിൽ ഉണ്ടെന്ന് ചുരുക്കം. 2026 അവസാനത്തോടെ പവൻ വില 1.6 ലക്ഷം കടന്നേക്കുമെന്ന പ്രവചനങ്ങൾ നിലനിൽക്കെ നിർമ്മലാ സീതാരാമന്റെ ഓരോ പ്രഖ്യാപനവും സ്വർണ്ണ വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രൂപ റെക്കോർഡ് ഇടിവിൽ. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 91.95 കുറഞ്ഞു. വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 41 പൈസ ഇടിഞ്ഞ് 91.99 എന്ന റെക്കോർഡ് താഴ്ചയിലെത്തി. വിദേശ ഫണ്ടുകളുടെ തുടർച്ചയായ പിൻവലിക്കലും അസ്ഥിരമായ അന്താരാഷ്ട്ര സാമ്പത്തിക സാഹചര്യവും രൂപയെ ഉലച്ചു. റിസർവ് ബാങ്കിന്റെ ഇടപെടൽ ഒരു പരിധിവരെ അസ്ഥിരതയെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നുണ്ട്. എങ്കിലും ആഭ്യന്തരമായി മൊത്തത്തിലുള്ള നെഗറ്റീവ് പ്രവണതയെ ഇത് മാറ്റുന്നില്ലെന്ന് ഫോറക്സ് വ്യാപാരികൾ പറഞ്ഞു. US-ഉമായുള്ള തീർപ്പ് കൽപ്പിക്കാത്ത വ്യാപാര കരാർ കറൻസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വെല്ലുവിളിയായി തുടരുന്നു. അന്താരാഷ്ട്ര അപകട സാധ്യതകൾ ലഘൂകരിക്കുകയും വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുകയും ചെയ്യുന്നതുവരെ രൂപ ചാഞ്ചാട്ടത്തിന് വിധേയമാകാൻ സാധ്യതയുണ്ട്. US ഡോളറിനെതിരെ രൂപ 91.45 വ്യാപാരം ആരംഭിച്ചത്. പ്രാരംഭ വ്യാപാരത്തിൽ അത് 91.41 എന്ന ഉയർന്ന നിലയിലെത്തി. പക്ഷേ ഉടൻ തന്നെ നേട്ടങ്ങൾ നഷ്ടപ്പെടുത്തുകയും 91.99 എന്ന റെക്കോർഡ് താഴ്ചയിലെത്തുകയും ചെയ്തു. വ്യാഴാഴ്ച എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിൽ നിന്ന് രൂപ തിരിച്ചു കയറി. US ഡോളറിനെതിരെ 7 പൈസയുടെ നേട്ടത്തോടെ 91.58 എന്ന നിലയിലെത്തിയിരുന്നു. ഗ്രീൻബാക്കിന്റെ ശക്തി അളക്കുന്ന ഡോളർ സൂചിക 0.03% ഉയർന്ന് 98.38 എന്ന നിലയിലാണ് വ്യാപാരം നടത്തിയത്. ആഗോള എണ്ണ മാനദണ്ഡമായ ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് വ്യാപാരത്തിൽ 1.09% ഉയർന്ന് ബാരലിന് $64.76 ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിന്റെ ഗാസ സമാധാന സമിതിയിൽ കാത്തിരുന്നു കാണുകയെന്ന തന്ത്രവുമായി ഇന്ത്യ. പിന്നിൽ ശക്തമായ കാരണങ്ങളെന്നും റിപ്പോർട്ട്. ദാവോസിൽ വെച്ച് ട്രംപ് പ്രഖ്യാപിച്ച ബോർഡ് ഓഫ് പീസ് വെറുമൊരു സമാധാന സമിതിയല്ല. യുദ്ധം തകർത്ത ഗസയുടെ പുനർനിർമ്മാണം മുതൽ ആഗോള സംഘർഷങ്ങൾ വരെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ പോലെയാണിത്. ജരേഡ് കുഷ്നർ, ടോണി ബ്ലെയർ, മാർക്കോ റൂബിയോ തുടങ്ങി ട്രംപിന്റെ വിശ്വസ്തരുടെ ഒരു പട തന്നെ ഇതിന് പിന്നിലുണ്ട്. ഇതിനകം പാകിസ്ഥാനും സൗദിയും UAEയും അടക്കം 11 രാജ്യങ്ങൾ ഉടമ്പടിയിൽ ഒപ്പിട്ടു. പക്ഷേ ഇന്ത്യ ഇപ്പോഴും വെയിറ്റ് ആൻഡ് വാച്ച് നയമാണ് തുടരുന്നത്. ഇതിന് പിന്നിൽ ശക്തമായ 4 കാരണങ്ങളുണ്ട്. ആദ്യത്തേത് പേ ടു എൻ്റർ ക്ലബ്ബ് എന്നതാണ്. സമിതിയിൽ സ്ഥിരാംഗത്വം ലഭിക്കണമെങ്കിൽ പുനർനിർമ്മാണ ഫണ്ടിലേക്ക് 8,500 കോടി രൂപ ഇന്ത്യ നൽകണം. UN-നെ മറികടക്കുന്ന സമിതിയാണെന്നതാണ് അടുത്തത്. ഐക്യരാഷ്ട്രസഭയെ നോക്കുകുത്തിയാക്കി ട്രംപ് സ്വന്തം നിലയിൽ ഒരു സമാന്തര ഭരണകൂടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്ന ഭീതി യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇന്ത്യക്കുമുണ്ട്. ഫ്രാൻസും ജർമ്മനിയും ഇതിനോടകം വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതും ഇന്ത്യയെ ചിന്തിപ്പിക്കുന്നു. അടുത്ത കാരണം പാകിസ്ഥാൻ ഫാക്ടറാണ്. പാകിസ്ഥാനൊപ്പം ഇത്തരമൊരു വേദി പങ്കിടുന്നത് ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. കൂടാതെ കശ്മീരിൽ ട്രംപിന്റെ ഇടപെടലും ഇന്ത്യ ഭയക്കുന്നു. അവസാനമായി ഗസയിലെ നിക്ഷേപമാണ്. ഗസയെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാണ് ട്രംപിന്റെ പ്ലാൻ. പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ കാലങ്ങളായി പുലർത്തുന്ന 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന നിലപാടിനെ ഇത് ബാധിക്കുമോ എന്ന് വിദേശകാര്യ മന്ത്രാലയം ഭയപ്പെടുന്നുണ്ട്. അതേസമയം നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു രാഷ്ട്രീയ വാർത്തയല്ല. ട്രംപ് അധ്യക്ഷനായ ഈ ബോർഡ് വിജയിക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ വൻകിട നിർമ്മാണ കരാറുകളും ഡിഫൻസ് ഡീലുകളും ഈ സമിതി വഴി മാത്രമായിരിക്കും നടക്കുക. ഇത് ആഗോള എണ്ണവിലയെയും ഇന്ത്യൻ വിപണിയിലെ ഡിഫൻസ് കൺസ്ട്രക്ഷൻ ഓഹരികളെയും നേരിട്ട് ബാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
അദാനി ഗ്രൂപ്പിന് വീണ്ടും കുരുക്കുമുറുകുന്നു. കൈക്കൂലി കേസിൽ സമൻസ് അയക്കാൻ കോടതിയെ സമീപിച്ച് അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ. ഗൗതം അദാനിക്കും സാഗർ അദാനിക്കുമാണ് സമൻസ് അയക്കുക. ഇന്ത്യൻ സർക്കാർ വഴി സമൻസ് എത്തിക്കാൻ റെഗുലേറ്റർ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ന്യൂയോർക്ക് കോടതിയെ സമീപിച്ചത്. അദാനിയുടെ അമേരിക്കയിലുള്ള അഭിഭാഷകൻ വഴി സമൻസ് ഔദ്യോഗികമായി കൈമാറാൻ അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇമെയിൽ വഴി കൈമാറാനും അനുമതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി നയതന്ത്ര തലത്തിലും അല്ലാതെയും ഈ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ഗൗതം അദാനി ശ്രമിക്കുന്നതിനിടയിലാണ് ഈ നിർണായക നീക്കം. വാർത്തയ്ക്ക് പിന്നാലെ അദാനി എന്റർപ്രൈസസ് 9% ഇടിഞ്ഞു. അദാനി ഗ്രീൻ 12%, അദാനി പോർട്സ് 8%-ലധികവും നഷ്ടം രേഖപ്പെടുത്തി. അദാനി ഗ്രൂപ്പിന്റെ ഭാവി നിക്ഷേപങ്ങളെയും വിദേശ കടപ്പത്രങ്ങളെയും ഈ നിയമപോരാട്ടം എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ വിപണി. അദാനി ഗ്രീൻ എനർജിയുടെ സോളാർ പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കാൻ ഉദ്യോഗസ്ഥരെ പണം നൽകി സ്വാധീനിച്ചു എന്നതിനൊപ്പം കമ്പനിയുടെ നയങ്ങൾ അഴിമതി വിരുദ്ധമാണ് നിക്ഷേപകരെ വിശ്വസിപ്പിച്ച് പണം തട്ടിയെന്നുമാണ് ആരോപണം. അദാനി ഗ്രീൻ എനർജിയിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നതിനായി വിവിധ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 2300 കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്നതാണ് ഒന്നാമത്തെ ആരോപണം. കൈക്കൂലി നൽകിയ വിവരം മറച്ചുവെച്ചുകൊണ്ട് കമ്പനി തികച്ചും സുതാര്യമായാണ് പ്രവർത്തിക്കുന്നതെന്ന് അമേരിക്കൻ നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചു. ഇത്തരത്തിൽ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ച് US വിപണിയിൽ നിന്നും അന്താരാഷ്ട്ര ബാങ്കുകളിൽ നിന്നും മില്യൺ കണക്കിന് ഡോളർ നിക്ഷേപമായി സമാഹരിച്ചു എന്നതാണ് രണ്ടാമത്തെ ആരോപണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണ്ണവില കേരളത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് കുറഞ്ഞു. രാവിലെ 495 രൂപ വർദ്ധിച്ച് ഗ്രാം വിലയിൽ ഉച്ചയ്ക്ക് 235 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണ്ണവില 14,405 രൂപയായി. 14,640 രൂപയിലായിരുന്നു ഉച്ചയ്ക്ക് 1:30 വരെ വ്യാപാരം നടന്നത്. പവന് 1,880 രൂപ കുറഞ്ഞ് വില 1,15,240 രൂപയിലെത്തി. രാവിലെ വില 3,960 രൂപ ഉയർന്ന് സർവ്വകാല ഉയരമായ 1,17,120 രൂപയായിരുന്നു. 18 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 11,835 രൂപയായി. വെള്ളിവില ഗ്രാമിന് 340 രൂപയിലാണ് വ്യാപാരം നടന്നത്. ഇനി നോക്കാം കാർഷിക വാർത്തകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളിവിലയിൽ വൻ ചാഞ്ചാട്ടത്തിന് സാധ്യത. നിക്ഷേപകർ ജാഗ്രത പാലിക്കണമെന്ന് വിപണി വിദഗ്ധർ. സുരക്ഷിതം സ്വർണമെന്നും വിലയിരുത്തൽ. ബജറ്റിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് കേന്ദ്ര സർക്കാർ പുനരാരംഭിച്ചേക്കുമെന്ന് വിദഗ്ധർ. പ്രഖ്യാപനമുണ്ടായാൽ സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കുമെന്നും റിപ്പോർട്ട്. രൂപ റെക്കോർഡ് ഇടിവിൽ. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 91.95 കുറഞ്ഞു. ട്രംപിന്റെ ഗാസ സമാധാന സമിതിയിൽ കാത്തിരുന്നു കാണുകയെന്ന തന്ത്രവുമായി ഇന്ത്യ. പിന്നിൽ ശക്തമായ കാരണങ്ങളെന്നും റിപ്പോർട്ട്. അദാനി ഗ്രൂപ്പിന് വീണ്ടും കുരുക്കുമുറുകുന്നു. കൈക്കൂലി കേസിൽ സമൻസ് അയക്കാൻ കോടതിയെ സമീപിച്ച് അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.